അസ്സലാമു അലൈക്കും ഡോക്ടർ മുഹമ്മദ് ഷിബിലിയാണ്. നമ്മളിന്ന് സംസാരിക്കണം നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായിട്ട് കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഗ്യാസും പൊളിച്ചതായിട്ടും നെഞ്ചരിച്ചിലും ഒക്കെ നല്ല രീതിയിൽ നമുക്ക് കുറഞ്ഞു കിട്ടും. മെഡിസിൻ ഒന്നും കഴിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മാറ്റല്ലെങ്കിൽ മാത്രം നിങ്ങൾ മെഡിസിൻ്റെ പിന്നാലെ പോയാൽ മതി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ വിഷയം, നമ്മൾ കഴിച്ച ഉടനെ തന്നെ കിടക്കാൻ പാടില്ല. ഉറങ്ങുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയണത്, കിടക്കാൻ പാടില്ല. കഴിച്ച ഉടനെ തന്നെ ഒരു 10-20 മിനിറ്റോളം നമ്മൾ നേരെ ഇരിക്കണം. നേരെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ഇരിക്കണം എന്നല്ല, നല്ല താഴ്ത്തി കിടക്കുന്ന സ്വഭാവം ഒഴിവാക്കുക. അങ്ങനെ ചെയ്താൽ പൊളിച്ചു തെറ്റി പുറത്തേക്ക് വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ നന്നായിട്ട് കുറയും, ദഹനവും കൂടി കിട്ടും എന്നുള്ളതാണ്. ഉറങ്ങുന്ന കാര്യമാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് 2-3 മണിക്കൂർ കഴിയാതെ നിങ്ങൾ ഉറക്കരുത്. മിനിമം 2 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് കൊടുക്കണം ഭക്ഷണം ഉറക്കും തമ്മിൽ. അതല്ലെങ്കിൽ ഈ പൊളിച്ചതായിട്ടും ഗ്യാസൊന്നും മാറി കിട്ടൂല. ദഹനക്കേടൊക്കെ എല്ലാ കാലത്തും ഇങ്ങനെ കൊണ്ട് നടക്കേണ്ടി വരും. രണ്ടാമതായിട്ട് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ട നല്ലൊരു പ്രവർത്തനമാണ് 10 മിനിറ്റ് ചെറിയ രീതിയിൽ നടക്കുക എന്നുള്ളത്. ഇനി ഇത് കേട്ടിട്ട് നല്ല ഓടിച്ചാടി നടക്കരുത്, അത് നമുക്ക് കേടാണ്. ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 10 മിനിറ്റോളം നടക്കുക. ഇങ്ങനെ നമ്മൾ നടക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ ഗ്യാസിന്റെ പ്രശ്നം കുറഞ്ഞു കിട്ടും. പിന്നെ ഷുഗർ നമുക്ക് ഭാവിയിൽ വരുന്നത് ഒഴിവാക്കാം. ഇനി ഉള്ള ആളുകൾക്ക് തന്നെ ബ്ലഡിലേക്ക് പെട്ടെന്ന് ഷുഗർ കയറൂല. പിന്നെ സ്ത്രീകളിൽ PCOD ഉള്ള ആളുകൾക്കും ഈ ഒരു നടത്തം വളരെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് കേട്ടോ. മൂന്നാമത്തത്, കഴിയുന്നതും തണുത്ത വെള്ളം ഫുഡ് കഴിച്ച ഉടനെ തന്നെ കുടിക്കാതിരിക്കുക. അങ്ങനെ കുടിക്കുന്നത് ദഹനത്തിനെ കുറക്കും. എന്നാൽ ചെറിയ ഇളം ചൂടുള്ള വെള്ളം, അതന്നെ കടുങ്ങാലി വെള്ളമൊക്കെ ആണെങ്കിൽ, അതല്ലെങ്കിൽ ഈ ജീരക വെള്ളമൊക്കെ ആണെങ്കിൽ ഏറ്റവും നന്നായി അത് നമ്മൾ കുടിക്കുന്നത് നമ്മുടെ ദഹനത്തിനെ കൂട്ടുന്ന എൻസൈമുകൾ കൂടുതൽ പ്രവർത്തിക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ നല്ല ദഹനം നടക്കും, ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും. ഇനി നാലാമത്തെ വിഷയം, നമ്മൾ ഈ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ മധുരങ്ങൾ കഴിക്കും. അത് ഒഴിവാക്കിയിട്ട് അതിന് പകരം യോഗേട്ട്, തൈര്, മോര് തന്നെ അതിൽ ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ട് അതൊന്ന് ഗ്രൈൻഡറിലിട്ട് അടിച്ചതിന് ശേഷം കുടിച്ചാൽ ഏറ്റവും ബെസ്റ്റ്. ഇത് കുടിക്കുന്നത് നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നം കുറക്കാനും ദഹനം നന്നായിട്ട് കൂട്ടാനും സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു സാധനമാണ് അത് കേട്ടോ. ഇനി അഞ്ചാമത്തേത്, നമ്മൾ ഹോട്ടലിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ഒരു പാത്രത്തിൽ ഇങ്ങനെ ജീരകം ഇട്ട് വെച്ചിട്ടുണ്ടാവും. ഈ ജീരകം വളരെ നല്ലതാണ്, വെറുതെ വെച്ചിരിക്കുന്നല്ല. അത് നമ്മൾ എടുത്തിട്ട് ചവച്ച് കഴിക്കുന്നത് നമുക്ക് ദഹനം കൂട്ടാൻ നല്ലതായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ ജീരകം. അപ്പോൾ അങ്ങനെ കഴിക്കുന്നത് കുറച്ച് ശീലമാക്കുക. പിന്നെ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കുളിക്കുന്നത് നമ്മൾ മാക്സിമം ഒഴിവാക്കുക. കാരണം ചില പഠനങ്ങളിൽ കാണാതെ വലിയ കുഴപ്പമില്ല, പ്രശ്നമില്ലാത്തതാണ്. പക്ഷേ കുറേ പഠനങ്ങൾ പറയുന്നുണ്ട് ഇതിങ്ങനെ കുളിക്കുന്നത് നമ്മൾ രക്തോട്ടം കൈകാലിലേക്കും പുറം ഭാഗത്തിലേക്കും ആകും. അതുകൊണ്ട് തന്നെ ഡൈജഷൻ, നമ്മൾ ദഹിച്ച സാധനങ്ങൾ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുന്നതിനൊക്കെ അത് ബാധിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ആഗിരണം ചെയ്യുന്നതിനെ, ബോഡിയിലേക്ക് കയറുന്നതിനെ. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്നാണെങ്കിൽ നമ്മൾ ഒഴിവാക്കുന്നതിൽ നല്ലത് മാക്സിമം കുളി ഭക്ഷണത്തിന് മുന്നേ ആക്കാൻ തന്നെ ശ്രദ്ധിക്കുക. അവസാനത്തെ ഒരു കാര്യമാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഭക്ഷണം കഴിക്കുമ്പോൾ ചാരി ഇരുന്നിട്ട്, അതല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞിരുന്നിട്ട് അങ്ങനെയൊന്നും കഴിക്കരുത്. നിവർന്നിരുന്നിട്ട് നല്ല സ്റ്റഡി ആയിട്ട് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുക. ഇങ്ങനെ കഴിക്കുമ്പോൾ ഭക്ഷണമൊക്കെ ശരിക്കും നമ്മൾ വയറ്റിലേക്ക് എത്തും, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, കറക്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഒക്കെ നടക്കും. ഭക്ഷണം ഇങ്ങനെ പോകുന്നതിലുള്ള തടസ്സങ്ങളൊക്കെ അത് ഈ പുളിച്ചിതേട്ടിൽ ഉണ്ടാക്കുന്നതിന് അവിടുത്തെ ഒരു വാൾവുണ്ട്, നമ്മൾ ആമാശയത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നിടത്ത്. ആ വാൾവിൻ്റെ പ്രശ്നം വരുമ്പോഴാണ് ഈ പുളിച്ചിതേട്ടിലൊക്കെ വരുന്നത്. അപ്പോൾ ഈ വാൾവിൻ്റെ കംപ്ലൈൻ്റ് ഒന്നും വരാതിരിക്കാൻ നിവർന്നിരുന്നിട്ട് ഭക്ഷണം കഴിക്കുക. അപ്പോൾ നമുക്ക് ശരിക്കുള്ള മൂവ്മെൻറ്റ് നടക്കുമ്പോൾ ഈ പുളിച്ചിതേട്ടുള്ള അസുഖം നമുക്ക് വരുന്നത് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പുളിച്ചിതേട്ടിലും ഗ്യാസിനും ഒക്കെ നല്ല സുഖം കിട്ടും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഗ്യാസിനും പുളിച്ചിതേട്ടിലും ഒരു മാറ്റം ഇല്ല എന്നാണെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. നമുക്ക് നല്ല മെഡിസിൻ ഹോമിയോപ്പതി തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷിബിലി, പൂക്കോട്ട് ഹോമിയോപ്പതി കൗൺസിലിംഗ് സെൻറ്റർ, മലപ്പുറം.